ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി എയർഫോഴ്സ് കമാൻഡർമാരുടെ വാർഷിക യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. 37 വർഷത്തിനിടയിൽ ആദ്യമായാണ് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായത്. 1989 അദ്ദേഹം ചുമതലയേറ്റതു മുതൽ എല്ലാ വർഷവും മുടങ്ങാതെ നടന്നിരുന്ന ഒരു ചടങ്ങായിരുന്നു കമാൻഡർമാരുടെ വാർഷിക യോഗം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുകയും US ആക്രമണത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയും ചെയ്യുന്ന ഈ നിർണായക ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ചർച്ചയാകുന്നത്. രാജ്യത്തോടുള്ള കൂറ് പ്രകടിപ്പിക്കുന്ന ഒരു പ്രതീകാത്മക ചടങ്ങാണ് വാർഷിക സമ്മേളനം. ഏതാണ്ട് 4 പതിറ്റാണ്ടുകളായി ഇറാനിയൻ സൈനിക കലണ്ടറിലെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു ഇത്. ഈ വർഷം ഖമേനി ഇതിൽ പങ്കെടുത്തില്ല. പകരം സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് അബ്ദുൾ റഹീം മൗസാവി അദ്ദേഹത്തിന് വേണ്ടി വ്യോമസേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ കണ്ടു. ഇതിനിടെ അമേരിക്ക ഇറാനുമേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നത് തുടരുകയുമാണ്. ഇറാൻ അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറായില്ല എങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കെ അറബിക്കടലിൽ യുദ്ധസജ്ജമായി നിൽക്കുന്ന US വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണിൽ ഉന്നത അമേരിക്കൻ ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. എന്നാൽ US ആക്രമണം നടത്തിയാൽ അതൊരു വിശാലമായ പ്രാദേശിക സംഘർഷത്തിന് കാരണമാകുമെന്നും അത്തരം നീക്കം മുഴുവൻ മേഖലയിലേക്കും വ്യാപിക്കുമെന്നും ഖമേനി മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. അതിനിടെ രാജ്യം യുറേനിയം സമ്പുഷ്ടീകരണം ഒരിക്കലും അവസാനിപ്പിക്കില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കി. മേഖലയിൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന US-ന്റെ സൈനിക സാന്നിധ്യത്തിൽ രാജ്യത്തിന് ഭയമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയെ ഇറാന് വിശ്വാസമില്ലെന്നും പുതുക്കിയ ആണവ ഉടമ്പടികളിൽ ഗൗരവപൂർണമായ നിലപാടാണോ US-നുള്ളതെന്നും അരാഗ്ചി ചോദിച്ചു. തന്ത്രപ്രധാന പങ്കാളികളായ ചൈനയും റഷ്യയുമായി ഇറാൻ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. യുദ്ധം അടിച്ചേൽപ്പിക്കപ്പെട്ടാലും സമ്പുഷ്ടീകരണത്തിൽ നിന്ന് പിന്മാറാതെ എന്തുകൊണ്ടാണ് അതിനുവേണ്ടി നാം നിർബന്ധം പിടിക്കുന്നത്? കാരണം നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കാനുള്ള അവകാശം മറ്റാർക്കുമില്ല, നമുക്കാണുള്ളത്, അരാഗ്ചി പറഞ്ഞു. US-ന്റെ സൈനിക വിന്യാസം ഇറാനെ പേടിപ്പെടുത്തുന്നില്ല എന്നും അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ USS എബ്രഹാം ലിങ്കന്റെ വരവിനെ പരാമർശിച്ചുകൊണ്ട് മന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ കൊല്ലം ജൂൺ മാസത്തിൽ 12 ദിവസം നീണ്ടുനിന്ന ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിന് പിന്നാലെ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് US ഇറാൻ ചർച്ചകൾ പുനരാരംഭിച്ചത്. ഒമാനിലായിരുന്നു ചർച്ച. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട നിലപാടുകൾ കൈക്കൊള്ളുന്നതിന് പകരമായി US തങ്ങൾക്കുമേൽ ഏർപ്പെടുത്തിയിട്ടുള്ള സാമ്പത്തിക ഉപരോധം പിൻവലിക്കണമെന്നാണ് ഇറാന്റെ ആവശ്യം. ചർച്ച നടന്ന് 2 ദിവസത്തിനു ശേഷം ഞായറാഴ്ചയാണ് അരാഗ്ചി ഈ പ്രതികരണങ്ങൾ നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. ഇറാൻ അമേരിക്ക നയതന്ത്ര ചർച്ച പൊളിക്കാൻ സമ്മർദ്ദ തന്ത്രങ്ങളുമായി ഇസ്രയേലും രംഗത്തുണ്ട്. മസ്കറ്റ് ചർച്ചയ്ക്ക് പിന്നാലെ തുടർ ചർച്ചയ്ക്ക് അമേരിക്കയും ഇറാനും ധാരണയിലെത്തിയിരിക്കുകയാണ്. ഇസ്രയേലിന്റെ അപ്രതീക്ഷിതമായ ഇടപെടൽ ആണവ വിഷയത്തിൽ മാത്രമായി ചർച്ച ഒതുങ്ങുന്നത് തങ്ങളുടെ സുരക്ഷാ ഭീഷണിക്ക് പരിഹാരമാകില്ല എന്നാണ് ഇസ്രയേലിന്റെ വാദം. ഇക്കാര്യം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിൽ കണ്ട് ബോധ്യപ്പെടുത്താനാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തിരക്കിട്ട US സന്ദർശനവും. ബുധനാഴ്ച വൈകിട്ട് വൈറ്റ് ഹൌസിൽ ട്രംപുമായി നെതന്യാഹു ചർച്ച നടത്തുമെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. ഇറാനുമായുള്ള അടുത്ത ചർച്ചയ്ക്ക് മുമ്പ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് നെതന്യാഹു അനുമതി തേടുകയായിരുന്നു. ആണവ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കുക, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി പരിമിതപ്പെടുത്തുക, ഹൂതികൾ ഉൾപ്പെടെയുള്ളവർക്ക് നൽകുന്ന സഹായം നിർത്തുക എന്നീ 3 ഉപാധികൾക്ക് ഇറാൻ വഴങ്ങിയില്ല എങ്കിൽ സൈനിക നടപടി വേണമെന്ന ആവശ്യമാണ് ഇസ്രയേൽ കർശനമായി മുന്നോട്ട് വെക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.